എന്തിനാണ് എന്താ പെണ്ണിന്റെ പേര്? മനസ്സിലായി. എന്റെ ചെറിയ കുച്ച നീ നടന്നോളി. എന്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും മായാതെ മനസ്സിലുണ്ട്. ആ എനിക്ക് നീ പറഞ്ഞില്ലെങ്കിലും നിന്റെ മനസ്സിലുള്ളതൊക്കെ അറിയാൻ പറ്റും. പക്ഷേ അവൻ അവളെ സ്നേഹിക്കുന്നു. ആര്? പുരുഷു. അവൾക്ക് വേണ്ടി അവൻ ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുക. അങ്ങനെയാണല്ലേ? നല്ല കഥയായി. അപ്പൊ വില്ല നീയോ? അർഹതയില്ലാന്ന് അറിഞ്ഞിട്ടും അവളെ സ്നേഹിക്കണം അവനല്ല അച്ഛാ, ജയിക്കുമില്ല. നീ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓരോ ദിവസം കഴിയും തോറും അവന്റെ ആരോഗ്യത്തിന് താഴോട്ടാണ്. ചികിത്സിക്കാനാണെങ്കിൽ പണമില്ല. അങ്ങനെയുള്ള ഒരാളെങ്ങനെയാ അവളെ സ്നേഹിക്കുകയും വിവാഹം കഴിക്കുകയൊക്കെ ചെയ്യണേ? യഥാർത്ഥത്തിൽ അവളോട് സ്നേഹം ഉണ്ടെങ്കിൽ അവൾക്കൊരു നല്ല ജീവിതം കിട്ടണ്ടെന്ന് വെച്ച് വഴിമാറി കൊടുക്കുകയല്ല കണ്ടത്. എനിക്കാണെങ്കിൽ ആരോഗ്യമുണ്ട്, നല്ല സമ്പത്തും ഉണ്ട്. പുരുഷനെ കിടന്ന് രക്തം തുപ്പുമ്പോഴും ലീല അവനെ സ്നേഹിക്കുന്നു. അപ്പൊ ഞാനൊന്ന് വഴി മാറി കൊടുക്കുന്നതല്ലേ നല്ലത്? പുരുഷനെ അവളെ സ്നേഹിക്കാൻ കഴിയും, ഒരു ജീവിതം മുടക്കാൻ കഴിയും. എനിക്ക് അവളെ സ്നേഹിക്കാനും ഒരു ജീവിതം മുടക്കാനും കഴിയും. വിഡിത്തം പറയല്ലേ? ഈ പണവും നിന്റെ ഈ സൗന്ദര്യൊക്കെ എത്ര നിസാരങ്ങളാ. പ്രേമം അവിടെ നിൽക്കുന്നില്ല. ഈ പറഞ്ഞ ആരോഗ്യവും സമ്പത്തും ഒന്നുമില്ല. എന്നിട്ടും ലീല അവനെ സ്നേഹിക്കുന്നു. ഈ ലീല എന്താ അവൻ അങ്ങോട്ട് സ്നേഹിക്കാൻ? അതിനുള്ള അർഹത എന്താണ്? എനിക്കൊന്ന് പറഞ്ഞു തരുമോ? വേണമെങ്കിൽ അവിടെ ആണ്ടാന്ന് പറഞ്ഞോ? അതാ ഞാൻ പറഞ്ഞത്. നീ ആലോചിക്കുന്നില്ല എന്ന്. ഇന്നലെ വരെ നിന്റെ ഒപ്പം കളിച്ചും ചിരിച്ചും നടന്നവൻ ഇന്നൊരു രോഗിയപ്പോ നിന്റെ ചൈനാദി അവൻ അർഹതയില്ലാതെ. അതും കൂടി പറയാൻ പറ്റില്ല നിനക്ക് അവനോട്. നീ എന്താണ് ഇല്ലാത്തത്? അച്ഛനായിരുന്നു ഞാൻ പറയാം. അവനെ നീ മറക്കാൻ പാടില്ല, ഒരിക്കലും ഉപേക്ഷിക്കാനും പാടില്ല. എല്ലാം ശരിയാണ്. എനിക്കെന്തുകൊണ്ടോ അവളെയും മറക്കാൻ കഴിയുന്നില്ല. എല്ലാം കൊണ്ടും ഞാൻ അസ്വസ്ഥനാണ് അച്ഛാ. അച്ഛൻ പറഞ്ഞത് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അച്ഛാ. ഞാൻ അവന്റെ അടുത്ത് പോകണം, അവനെ കാണാം, സംസാരിക്കാം. नदी का किनारा ये चंचल हवा, ये रातें ये मौसम, नदी का किनारा ये चंचल हवा, कहा दो दिलों ने कि मिलकर कभी हो न होंगे जुदा, ये रातें ये मौसम, नदी का किनारा ये चंचल हवा.
അച്ഛാ അച്ഛാ ആ പശുവിനെ വിൽക്കുന്ന കാര്യം നിങ്ങൾ പുരുഷനോട് ചോദിച്ചോ? പശുവിനെ അതിനെ കൊല്ലാൻ തുടങ്ങല. ആ കാവത്തെ പശുവിനെ ആരെ വളർന്ന വാങ്ങിക്കണേ? അവൻ അവന്റെ കാശ് കൊടുത്ത് വാങ്ങി വളർത്തിയതല്ലേ. എന്നിട്ട് കൊല്ലായില്ലേ? അപ്പൊ അതിനോട് സ്നേഹം എനിക്ക് തോന്നുന്നു. ഓ, അവൻ കാശ് കൊടുത്ത് വാങ്ങിയ പശുവിനെ അവന് വിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ അവന്റെ ചെലവ് കണ്ടത് മുഴുവനും എന്റെ മോൻ കൊടുക്കുന്നതാ. അതിനൊരു കണക്കില്ലേ? നീ ഇപ്പോഴും പുരുഷനെ സ്വന്തം മോനെ കണക്കാക്കിയില്ല. അതാ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ആ, എനിക്ക് പുരുഷനെ അച്ഛനെ അങ്ങനെ സ്വന്തം പോലെ കാണാൻ പറ്റത്തില്ല. അത് എന്റെ കുറ്റമല്ല. എന്താ അവിടെ ബഹളം? എന്റെ അപ്പൂപ്പ അവിടെ എവിടെയെങ്കിലും കിടന്നാ പോലെ എന്തിനാ എഴുന്നേറ്റ് നടക്കണേ? കഴിക്കാറാവുമ്പോ വിളിക്കില്ലേ? ഈ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ട് അപ്പൂപ്പൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇങ്ങനെ എഴുന്നേറ്റ് നടന്ന് എവിടെയെങ്കിലും വീണ അതിനുള്ള ചികിത്സയ്ക്കുള്ള പണം കൂടി എന്റെ കയ്യിലില്ല. ആ പശുവിനെ വിറ്റ പൈസേ ഈ വീട്ടിൽ ചെലവാക്കാനല്ലല്ലോ, അവന്റെ ചെലവിന് വേണ്ടിട്ടല്ലേ പറയുന്നത്. നിങ്ങൾക്ക് എന്താ പറഞ്ഞ് മനസ്സിലാവാതെ? അവൻ പറയുന്നത് കാര്യമില്ലേ? ഇത്ര കാലം നമുക്ക് പാലും അതിന് കറ പറ്റി അതിനെ കൊണ്ട് ഗുണമില്ലായ്മ കൊല്ലാൻ കൊടുക്കുന്ന അതിനെ കൊല്ലം അവന്റെ ചികിത്സയ്ക്കുള്ള കാശ് അച്ഛണ്ടാക്കിയാൽ മതി. നീ പറഞ്ഞതേ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇഷ്ടം അനിഷ്ടം നോക്കിയാലേ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഏട്ടനെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവൾ അച്ഛൻ നോക്കിക്കോളൂ. കെട്ടിയ പെണ്ണിനെ നിലയ്ക്ക് നിർത്താൻ പഠിക്കണം. അതങ്ങനെ ഞാൻ വല്ലതും പറഞ്ഞ ഇവിടെ അടുത്ത തല്ലിനുള്ള പറയായല്ലോ. എല്ലാം ഞാൻ കാണുന്നുണ്ട്. എന്റെ ഒരു ആവശ്യത്തിന് വിളിച്ചാൽ പോലെ അവിടെ കിട്ടുണ്ടായി. നീയേ അവളെ 2 ആഴ്ച കൊണ്ടുവന്ന് അവളെ വീട്ടിൽ കൊണ്ടുവിട്. അപ്പൊ മോന്റെ കാര്യം അച്ഛൻ നോക്കിക്കോളും. അത് തന്നെ. സുഷിയോടൊരു കാര്യം ചോദിച്ചാൽ സത്യം പറഞ്ഞു. നീര ഇപ്പോഴെന്നെ സ്നേഹിക്കുന്നുണ്ട്. ഒരു പെണ്ണിനല്ല മറ്റൊരു പെണ്ണിനെ മനസ്സിലാക്കാൻ കഴിയും. ഭാസ്കരൻ പറയാം അവർക്ക് പെണ്ണോട് സ്നേഹമായിരിക്കില്ല, സഹതാപം മാത്രമായിരിക്കും. അവിടെ കല്യാണം കഴിച്ചാൽ എനിക്കൊരു ജീവിതം കൊടുക്കാൻ കഴിയില്ല. ആർജിക്കാത്തതാ ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം ചെന്നപ്പോ എനിക്ക് ദേഷ്യം വന്നു. പക്ഷെ ഇപ്പൊ നോക്കുമ്പോ അവർക്ക് എനിക്ക് സഹതാപം മാത്രമാണെങ്കിലോ. സുശീല, നിനക്ക് പെണ്ണോടുള്ള പണിയൊക്കെ പോയിട്ടുണ്ടോ? എനിക്ക് ഉറപ്പുണ്ട് എന്റെ അസുഖം മാറുന്നത്.
ഈ ആഴ്ച ഇഞ്ചക്ഷൻ ഒന്നും ചെയ്തിട്ടില്ല. അച്ഛൻ്റെ കയ്യില് കാശൊന്നും ഇല്ലാന്നാ പറഞ്ഞു. കുഴപ്പമില്ല അച്ഛൻ, അവൻ്റെ ഇല്ലാത്തിട്ടല്ല, കിട്ടുമ്പോ ചെയ്യും. നമുക്ക് ആ പശുവിനെ കൊടുക്കാൻ മോനെ. നീ എന്തിനാ വാശി പിടിക്കണേ? ഇങ്ങനെ ചികിത്സ മുടങ്ങിക്കഴിഞ്ഞാല് ഇതുവരെ ചെയ്തതിനൊരു ഫലം ഉണ്ടാവില്ലേ? വേണ്ട അച്ഛ, ആ പശു ഇനി പ്രസവിക്കും, ഇനി നമുക്ക് പാല് തരും. നെയ്മാലി കിട്ടിയതാ പറഞ്ഞു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൂക്ഷിക്കും, അതും ചികിത്സിച്ചാൽ മാറാതിരിക്കും. നിങ്ങൾ അതാലോചിക്കാതെ അതിന് കൊല്ലാൻ കൊടുക്കല് എത്ര നന്ദി കേറാ. എനിക്ക് എന്റെ അസുഖം മാറിയില്ലെങ്കിലും കുഴപ്പമില്ല അച്ഛൻ, അതിനെ കൊല്ലാൻ സമ്മതിക്കില്ല. അതിനെ കൊല്ലാൻ കൊടുക്കണ്ട. എന്നാ പിന്നെ നിന്റെ ചികിത്സക്കുള്ള പൈസയോ? അതല്ല അമ്മേ, നീ ഇങ്ങനെ 4 നേരം ഉരുട്ടി വിഴുങ്ങി ഇവിടെ മരുന്ന് കിടന്നാൽ മതി. വിളിക്കുമ്പോ ഓടി വരാൻ ആ സുശീലേ. എങ്ങനെയെങ്കിലും ചികിത്സിച്ച് അസുഖം മാറ്റാൻ നോക്കട്ടെ, ബാക്കിയുള്ളവരെ കൂടി കഷ്ടപ്പെടുത്താൻ. എനിക്ക് കിട്ടുന്നതിന്റെ പകുതിയെ നിന്റെ ചികിത്സയ്ക്ക് പോണേ, അറിയോ നിനക്ക്? അമ്മ പറഞ്ഞതാ ശരി, അസുഖം മാറണമെന്നില്ലാണ്ട് റൂമിലിരുന്ന് സുഖം പിടിച്ചു. ഒന്നും നിർത്തില്ലേ? വയ്യാണ്ട് അതൊന്നും പറയാൻ പറ്റിയ കാര്യങ്ങളൊക്കെ മനുഷ്യനോടായാലും മൃഗങ്ങളോടായാലും സ്നേഹം നോക്കിയാലേ കാര്യങ്ങൾ നടക്കില്ല. കാര്യങ്ങൾ നടക്കാൻ കാശ് തന്നെ വേണം. നീ എന്നെ ചികിത്സിക്കണ്ട. പിന്നെ അവനല്ലാതെ നിന്നെ ഞാനാ ചികിത്സിക്കാം? പണിക്ക് പോകാതിരിക്കുന്നതിന്റെ അച്ഛൻ ചികിത്സിക്കോ? ഞാൻ പണിക്ക് പോകാൻ തുടങ്ങിയത് നിന്റെ മോന് പണിക്ക് പോയി നിന്നാൽ എനിക്ക് ജീവിതം മടുത്തു. ഇങ്ങനെ ജീവിച്ച പോലെ ഏത് നേരത്താണ് എനിക്ക് രണ്ടാമത് കല്യാണം കഴിക്കാൻ മതി? ഇങ്ങനെയാണ് മനസ്സിലാക്കിയാൽ മതി. എന്നെ ജീവിക്കണല്ലോ, മതി. കുറെ നാളെ ഞാൻ കണ്ടും കേട്ട് സഹിച്ചു നടക്കുന്നു. അവനെ നോക്കലും അവന് വക്കാലത്ത് പറയലും ഇന്നത്തോടെ നിർത്തിക്കോണം. എന്തിനാ അച്ഛനാ നീ അവളെ തല്ലിയത്? അവളൊരു ഏട്ടനെ നോക്കണ പോലെ എന്നെ നോക്കുന്നത്. എനിക്കൊരു പെണ്ണുണ്ടായിരുന്നെങ്കിൽ സുശീലേക്കാൾ അധികം എന്നെ സ്നേഹിക്കുമായിരുന്നില്ല. നീ അവളെ പെങ്ങളായിട്ട് കാണണ്ട. അവളെ എന്റെ ഭാര്യ. അവളെ എന്നോട് ചില കടമകളുണ്ട്. എന്താ അച്ഛൻ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആ അച്ഛൻ പറയുന്നത് തന്നെ ശരി. നീ അവിടെ ഞാൻ പോയി കിടക്കാറുണ്ടോ? മനുഷ്യന്മാരുടെ മനസ്സമാധാനം പറയാതെ.
പ്രിയപ്പെട്ട എന്റെ ജീവിതം ഇതാ തകരുകയാണ്. എനിക്കിനി മണക്കം കിട്ടുന്ന ഒരു ജീവിതമില്ല. മരണം പതിയിരിക്കുന്ന ഒരു ചുറ്റുപാടിൽ ഞാൻ എരിഞ്ഞു നീറുകയാണ്. നീ എന്നെ കാത്തിരിക്കുകയാണ്. നീ എനിക്കായി തന്നു കഴിഞ്ഞ നിന്റെ ഹൃദയം ഞാൻ മടക്കി നൽകല്ല. നീ എന്നെ മറക്കാൻ ശ്രമിക്കും. മരിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ഒരു അവസാന നിർദ്ദേശം ഞാനിത് എന്റെ ജീവന്റെ എന്റെ ജീവനായും എനിക്കെല്ലാം മനസ്സിലാക്കുന്നത് മുതിച്ചാൽ ആ കറവാറ്റ പശുവിനെ പോലെയാണ് നമ്മൾ രണ്ടുപേരും. ആർക്കും ഒരു ഉപകാരമില്ലാത്ത വെറും പോളിച്ചന്മകൾ. അർഹതയില്ലാഞ്ഞിട്ടോ ഒരുപാട് സ്വപ്നങ്ങൾ ഞാൻ കണ്ടുകൂട്ടി. അതെല്ലാം ചിന്തിക്ക്. ആ പശുവിനെ വിൽക്കല്ല. ഇപ്പൊ തന്നെ കൊല്ലണം. ജീവിക്കാൻ അർഹതയില്ലാക്കാം. എല്ലാരും ഇപ്പൊ തന്നെ കൊല്ലണം.
സഹിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് അത് പറഞ്ഞ് കഴിഞ്ഞ് മരുന്ന് തരും. മോനെ, എനിക്ക് മരുന്ന് തരും അച്ഛൻ. എനിക്ക് മരുന്ന് തരും അമ്മ. മോനെ, ഭാസ്കര, നീ വന്നോ? ആ പശുവിനെ വിളിക്കണല്ലേ? ആ കാളയ്ക്ക് പശുവിനെ വിളിക്കണല്ലേ? നിങ്ങൾക്ക് എന്റെ പശുവിനെ വിളിക്കണല്ലേ? വിളിച്ചോളൂ. അതിനവര് പറയട്ടെ. തീറ്റെടുക്കാൻ. സുശീലേ, എവിടെയാ പശു? അതിനെ അഴിച്ച് കൊല്ലട്ടെ. ഭാസ്കരാ, വിടാൻ. വിട് ഭാസ്കരാ. അവർ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല.